സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ശാരീരിക വേദനകളെ പറ്റിയാണ്. വിവിധതരം വേദനകൾ നമുക്ക് എങ്ങനെ പറയാം, അതുപോലെ തന്നെ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒരു 1000 ലൈക്കാണ്. നിങ്ങൾക്കതെല്ലാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഒരു വാക്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക, നമുക്ക് ശ്രദ്ധിക്കാം. അതുകൊണ്ട് എൻ്റെ കാലുളുക്കി എന്നെങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും? കറക്റ്റ്, ഐ ഹാവ് സ്പ്രെയിൻഡ് മൈ ആങ്കിൾ. ഓക്കെ, ഐ ഹാവ് സ്പ്രെയിൻഡ് മൈ ആങ്കിൾ. ഇവിടെ ശ്രദ്ധിക്കാം, സ്പ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളുക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, സ്പ്രെയിൻഡ് അതിൻ്റെ V3 ആണ് അല്ലേ. നമ്മൾ പഠിച്ചതാണ് V1, V2, V3 പറ്റിയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും 2ാമത്തെ ചാപ്റ്റർ തൊട്ട് പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് എന്താണ്? നമ്മൾ ടെൻസ് പഠിക്കുക എന്നുള്ളതല്ല, എങ്കിലും നിങ്ങളുടെ അറിവിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞൊരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആങ്കിൾ എന്ന് പറഞ്ഞാൽ കണങ്കാൽ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? ഐ സ്പ്രെയിൻഡ് മൈ ആങ്കിൾ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും. സംസാര ഭാഷയിൽ അതിനൊരു കുഴപ്പമില്ല. നമ്മളത് ചാപ്റ്റർ 8 പഠിച്ചതാണ്, 8ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളത് അല്ലേ. പക്ഷേ കൂടുതൽ നല്ല ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ഐ ഹാവ് സ്പ്രെയിൻഡ് മൈ ആങ്കിൾ. ഓക്കെ, ഇനിയിപ്പോൾ അവൻ്റെ കാലുളുക്കി എന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഹി ഹാസ് സ്പ്രെയിൻഡ് ഹിസ് ആങ്കിൾ അല്ലേ. കറക്റ്റ്. എന്താണ്? ഹി വന്നുകൊണ്ടാണ് ഹാസ് വന്നത് അല്ലേ. അപ്പോൾ രാജു ആണെങ്കിലോ രാജു ഹാസ് സ്പ്രെയിൻഡ് ഹിസ് ആങ്കിൾ എന്നാണ് പറയുന്നത്. ഇനി ഞങ്ങളുടെ കാലുളുക്കി എന്നങ്ങനെ പറയാൻ വേണ്ടി പറ്റും? വി ഹാവ് സ്പ്രെയിൻഡ് അവർ ആങ്കിൾ എന്ന് പറയാം. അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ എല്ലാവരും കൂടെ ഉളുക്കത്തില്ല. ഇപ്പോൾ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഐ ഹാവ് സ്പ്രെയിൻഡ് മൈ ആങ്കിൾ, ഐ ഹാവ് സ്പ്രെയിൻഡ് മൈ ആങ്കിൾ. ഓക്കെ, എൻ്റെ കൈ മടിഞ്ഞു. ഈ മടിയുക അല്ലെങ്കിൽ തിരിയുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൈ ഇങ്ങനെ കുത്തി വീണു, ഇങ്ങനെ തിരിയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മടിയുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും? റൈറ്റ്, ഐ ഹാവ് ട്വിസ്റ്റഡ് മൈ റിസ്റ്റ്. ഐ ഹാവ് ട്വിസ്റ്റ് ചെയ്യാൻ തിരിയുക അല്ലേ. ട്വിസ്റ്റഡ് മൈ റിസ്റ്റ്. റിസ്റ്റ് എന്ന് പറഞ്ഞാൽ കണങ്കൈക്കാണ് റിസ്റ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അവിടെ W സൈലൻ്റ് ആണ്. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഐ ഹാവ് ട്വിസ്റ്റഡ് മൈ റിസ്റ്റ്, ഐ ട്വിസ്റ്റഡ് മൈ റിസ്റ്റ്. ഇനി ഐ ട്വിസ്റ്റഡ് മൈ റിസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മൾ കണ്ടതാണല്ലേ, ഇപ്പം തന്നെ നമ്മൾ പഠിച്ചതാണ്. കൂടുതൽ നല്ല എന്താണ്? ഐ ഹാവ് ട്വിസ്റ്റഡ് മൈ റിസ്റ്റ് എന്ന് പറയുന്നതാണ്. ഇനി എൻ്റെ കൈ ചതഞ്ഞു എന്നെങ്ങനെ പറയാം? കറക്റ്റ്, ഐ ഹാവ് ഹേർട്ട് മൈ ആം. ഐ ഹാവ് ഹേർട്ട് മൈ ആം. ഈ ഹേർട്ടിന് മുറിയുക എന്നുള്ളൊരു അർത്ഥമുണ്ട്, ചതയുക എന്നുള്ളൊരു അർത്ഥവുമുണ്ട്. ഐ ഹാവ് ഹേർട്ട് മൈ ആം. ഹേർട്ടിൻ്റെ V1, V2, V3 എന്താണ്? ഹർട്ട്, ഹർട്ട്, ഹർട്ട്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ഐ ഹാവ് ഹേർട്ട് മൈ ആം. ഇനി ഐ ഹേർട്ട് മൈ ആം എന്ന് പറയാം. തീർച്ചയായിട്ടും പറയാം അല്ലേ. ഐ ഹേർട്ട് മൈ ആം അല്ലെങ്കിൽ ഐ ഹാവ് ഹേർട്ട് മൈ ആം. ഇനി എൻ്റെ ഇടത് തോളിൽ വേദനയുണ്ട്, ഭയങ്കര വേദനയാണ്. എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? Correct. I've got a pain in my left shoulder. I've got a pain in my left shoulder. I have got a pain in my left shoulder. I've got a pain in my left shoulder. എനിക്ക് കുറച്ച് സൂര്യതാപം ഏറ്റു. സൂര്യതാപം ഏൽക്കുന്നത് എന്താണ്? നമ്മൾ ഭയങ്കര വെയിലടിച്ച് അവിടെ ഒന്ന് അതിലെ പ്രശ്നം ഉണ്ടാകുന്നതാണ് അല്ലേ. സൂര്യപ്രകാശം ഒത്തിരി പേർക്ക് ഇപ്പം സംഭവിക്കുന്നൊരു കാര്യമാണ് അല്ലേ, സൂര്യതാപം ഏൽക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഐ എം എ ബിറ്റ് സൺബേൺഡ്. ഐ എം എ ബിറ്റ് സൺബേൺഡ്. ഇവിടെ സൺബേൺ എന്ന് പറഞ്ഞാൽ സൂര്യതാപം എന്നാണ്. ഓക്കെ, സൺബേൺഡ് അല്ലേ. ഐ എം എ ബിറ്റ് സൺബേൺഡ്, ഐ എം എ ബിറ്റ് സൺബേൺഡ്. ഇനി എൻ്റെ തലയിടിച്ചു എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? എൻ്റെ തലയിടിച്ചു. നമ്മളിപ്പോൾ സാധാരണ ഏണിയുടെയൊക്കെ അടിയിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ടിക്കറ്റൊക്കെ പോയി തലയിടിക്കും, നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? കറക്റ്റ്, ഐ ബാങ്ഡ് മൈ ഹെഡ്. ഐ ഹാവ് ബാങ്ഡ് മൈ ഹെഡ്. ഐ ഹാവ് ബാങ്ഡ് മൈ ഹെഡ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ ബാങ്ഡ് മൈ ഹെഡ് എന്ന് പറയാം അല്ലേ. ഐ ഹാവ് ബാങ്ഡ് മൈ ഹെഡ്. എനിക്ക് ശ്വാസം വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഐ എം ഹാവിങ് ട്രബിൾ ബ്രീത്തിങ്. ഐ എം ഹാവിങ് ട്രബിൾ ബ്രീത്തിങ്. ഐ എം ഹാവിങ് ട്രബിൾ ബ്രീത്തിങ്. എൻ്റെ കൈ മുറിഞ്ഞു. എൻ്റെ കൈ മുറിഞ്ഞു. കറക്റ്റ്. അല്ലെങ്കിൽ നമ്മൾ കത്തിക്കൊക്കെ അരിയുമ്പോഴങ്ങ് മുറിയത്തില്ലേ, ചെറിയൊരു മുറിവ് അല്ലേ, കറിക്കൊക്കെ അരിയുമ്പോൾ എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഐ ഹവ് ഗോട്ട് എ കട്ട് ഓൺ മൈ ഫിംഗർ. ഐ ഹവ് ഗോട്ട് എ കട്ട് ഓൺ മൈ ഫിംഗർ. ഐ ഹവ് ഗോട്ട് എ കട്ട് ഓൺ മൈ ഫിംഗർ. ഐ ഹാവ് ഗോട്ട് എ കട്ട് ഓൺ മൈ ഫിംഗർ. എൻ്റെ കാല് ചതഞ്ഞു. കറക്റ്റ്. ഐ ഹവ് ഗോട്ട് എ ബ്രൂസ് ഓൺ മൈ ലെഗ്. ബ്രൂസിന്
ചതവ്, ക്ഷതം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു കാര്യം തന്നെ പല രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. ഞാൻ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പല വാക്കുകളും കാണുന്നത്. ഐ ഹവ് ഗോട്ട് എ ബ്രൂസ് ഓൺ മൈ ലെഗ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഐ ഹവ് ഗോട്ട് എ ബ്രൂസ് ഓൺ മൈ ലെഗ്. I've got a bruise on my leg. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ഭാഷയും പഠിക്കും, നമ്മൾ മലയാളം പഠിച്ചതും അങ്ങനെ തന്നെയാണ്. റിപ്പീറ്റ് ചെയ്താണ് അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു അല്ലേ. ഇപ്പോഴെനിക്ക് കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് പറയുന്ന ഒന്നും പെർഫെക്റ്റ് അല്ല, പക്ഷേ എങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പോഴേ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് ചോന്നാണ് പറയുന്നത്. അപ്പോഴെന്താണ്, നമ്മൾ അതിങ്ങനെ വീണ്ടും ചോ അല്ല മോനെ ചോറാണ് എന്നിങ്ങനെ പറഞ്ഞാണ് ക്ലിയർ ആവുന്നല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ പറഞ്ഞാണ് ഇത് ശരിയായി വരുന്നത്. എൻ്റെ കണ്ണിന് നീരാണ്, ഞാൻ രാവിലെ എഴുതപ്പോൾ ഇങ്ങനെ നീര് വെച്ചിരിക്കുകയാണ്. എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? കറക്റ്റ്. മൈ ഐ ഹാസ് swollen up. My eye has swollen up. My eye has swollen up. My eye has swollen up. എന്നെ ഈച്ച കുത്തി. കറക്റ്റ്. എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? I've got stung by a bee. I've got stung by a bee. I've got stung by a bee. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഐ ഹാവ് ഗോട്ട് സ്റ്റങ് ബൈ എ ബി. സ്റ്റങ് V2 V3. എൻ്റെ കയ്യിൽ ഒരു തടിപ്പുണ്ട്. കറക്റ്റ്. ഐ ഹാവ് ഗോട്ട് റാഷ് ഓൺ മൈ ആം. ഐ ഹാവ് ഗോട്ട് റാഷ് ഓൺ മൈ ആം. ശ്രദ്ധിക്കുക, ഇവിടെ റാഷ് എന്നുള്ളതിന് തടിപ്പ്, കരപ്പൻ, ചൊറിഞ്ഞു പൊട്ടൽ, ഇതിനൊക്കെ റാഷാണ് പറയുന്നത്. ഐ ഹാവ് ഗോട്ട് റാഷ് ഓൺ മൈ ആം. ഐ ഹാവ് ഗോട്ട് റാഷ് ഓൺ മൈ ആം. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഐ ഹാവ് ഗോട്ട് റാഷ് ഓൺ മൈ ആം. അപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ്. ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം ഗ്രീറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഓക്കെ, ശ്രദ്ധിക്കുക, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് ഒരു ഉച്ചയ്ക്ക് 12 മണി വരെയും ഗുഡ് മോർണിംഗ് പറയാം. അതിനുശേഷം 12 തൊട്ട് ഒരു 5 മണി വരെയും ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. 5 തൊട്ട് പിന്നെ നമുക്ക് രാത്രി എപ്പോൾ ആണെങ്കിലും നമുക്ക് ഗുഡ് ഈവനിങ് പറയാം. രാത്രി 11 മണിക്കാണെങ്കിലും ഗുഡ് ഈവനിങ് ആണ് പറയുന്നത്, നമ്മൾ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് നമ്മൾ പഠിച്ചു പോകണം അല്ലേ. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറയണേ, ഗുഡ് ഈവനിങ്, വാട്ട് സീംസ് ടു ബി ദ പ്രോബ്ലം. ഓക്കെ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബ്ലം? വെൽ, ഐ ഹാവൻ ബീൻ ഫീലിംഗ് വെൽ. ഇവിടെ ശ്രദ്ധിക്കുക, വെൽ എന്നുള്ളതിന് ഒരു അർത്ഥമില്ല. അത് വെറും ഒരു ഫില്ലറാണ്. നമ്മൾ ചുമ്മാ ഒരു സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് അവിടെ ചേർത്തിരിക്കുന്നത്. വെൽ, ഐ ഹാവൻ ബീൻ ഫീലിംഗ് വെൽ. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് സമയമായിട്ട് എനിക്ക് വലിയ സുഖമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേത് ടെൻസാണ് ഉപയോഗിക്കുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ നെഗറ്റീവ് ഫോമാണ്. അതാണ് ഐ ഹാവൻറ്റ് ബീൻ ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ പഠിച്ചാണല്ലേ. അതായത് എന്താണ്, കുറച്ച് സമയമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഐ ഹാവൻ ബീൻ ഫീലിംഗ് വെൽ. ഇനി പറയുകയാണ്, ഐ ഹാവ് ഗോട്ട് എ ടെറിബിൾ പെയിൻ ഇൻ മൈ സ്റ്റമക്ക്. എനിക്ക് ഭയങ്കര വേദനയാണ്. ഐ ഹാവ് ഗോട്ട് എ ടെറിബിൾ പെയിൻ ഇൻ മൈ സ്റ്റമക്ക്. വയറ്റിൽ ഭയങ്കര വേദന. ആൻഡ് എ പ്രെറ്റി ബാഡ് ഹെഡേക്ക്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര തലവേദനയാണ്. പ്രെറ്റി ബാഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് സം സോർട്ട് ഓഫ് സ്റ്റമക്ക് ഇൽനെസ്. എനിക്ക് തോന്നുന്നത് എനിക്കെന്തോ ഒരു വയറിനെന്തോ പ്രശ്നമുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് തലവേദനയും ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഓർത്തില്ല, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എന്ന് പറയത്തില്ലേ, അങ്ങനെയാണ് അവിടെ രോഗി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്നുകൊന്ന് പറഞ്ഞു നോക്കാം. വെൽ, ഐ ഹാവൻ ബീൻ ഫീലിംഗ് വെൽ. ഐ ഹാവ് ഗോട്ട് എ ടെറിബിൾ പെയിൻ ഇൻ മൈ സ്റ്റമക്ക് ആൻഡ് എ പ്രെറ്റി ബാഡ് ഹെഡേക്ക്. ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് സം സോർട്ട് ഓഫ് സ്റ്റമക്ക് ഇൽനെസ്. ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വേദന, ഒരു വിഷമം, ഒരു രോഗം എന്നൊക്കെയാണ് അർത്ഥം അല്ലേ. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ നമ്മൾ ചോദിക്കുകയാണ്, ഡസ് യുവർ ബോഡി സോർ? നിങ്ങളുടെ ശരീരത്തിന് വേദനയുണ്ടോ എന്നാണ് അവിടെ ചോദിച്ചത്. ഡസ് യുവർ ബോഡി സോർ? യെസ് ഇറ്റ് ഡസ്. ഉണ്ട്, എനിക്ക് വേദനയുണ്ട്, വേദനയും വിഷമമൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ, ഐ ജസ്റ്റ് നീഡ് ടു ടേക്ക് യുവർ ടെമ്പറേച്ചർ. നിങ്ങളുടെ ചൂട് ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. തെർമോമീറ്റർ വെച്ച് നമ്മൾ സാധാരണ കക്ഷത്തിൽ അല്ലെങ്കിൽ വായിക്കകത്തൊക്കെ വെച്ച് ചെക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യണം എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, യു ഹവ് ഗോട്ട് എ ബിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ചെറിയ ടെമ്പറേച്ചർ ഉണ്ട്, നിങ്ങൾക്ക് ചെറിയ ചൂടുണ്ട്, ചെറിയ പനിയുണ്ട് എന്നാണ് അവിടെ അർത്ഥം. ഓക്കെ, you've got a bit of temperature, നിങ്ങൾക്ക് ചെറിയ പനിയുണ്ട്. ഇനി ഡോക്ടർ പറയണ, യു നീഡ് ടു ടേക്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്റ്റേ ഇൻ ബെഡ് ഫോർ നെക്സ്റ്റ് 48 hours. നിങ്ങൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ അടുത്ത 48 മണിക്കൂറിൽ നിങ്ങൾ ബെഡേ കിടക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓൾസോ യു നീഡ് ടു ടേക്ക് ദിസ് മെഡിസിൻസ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ മെഡിസിൻസും ഉപയോഗിക്കണം. ഓക്കെ, ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. യു നീഡ് ടു ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്റ്റേ ഇൻ ബെഡ് ഫോർ നെക്സ്റ്റ് 48 hours. You need to drink plenty of water and stay in bed for the next 48 hours.
ഓൾസോ യു നീഡ് ടു ടേക്ക് ദിസ് മെഡിസിൻസ്. അപ്പം നമ്മൾ ഡോക്ടറിൻ്റെ കൂടെയാണ് ഓക്കെ ഡോക്ടർ, താങ്ക്സ് എ ലോട്ട്, ബൈ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളും നിങ്ങൾ ഷെയർ ചെയ്യുക, കൂടുതൽ പറയുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.